ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു വല്ലാത്തൊരു ദിവസമാണ്. ഇന്ന് നേർക്ക് വാക്സിൻ അടിക്കാൻ പോണ ദിവസമാണ് കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര സന്തോഷത്തിലാണ്. രാവിലെ പുറത്ത് പോകുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് എന്താ സംഭവം എന്ന് അവൾക്കറിയില്ലല്ലോ. നേരെ എനിക്ക് ഉടുപ്പൊക്കെ തന്നിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ വാശി പിടിക്കുന്നത്. ഇടയ്ക്ക് അടിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ടൈമായപ്പോൾ ഓളെ ഞാൻ മാറ്റിയൊക്കെ കൊടുത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ആളെനിക്ക് ടാറ്റൊക്കെ തന്ന് ഇങ്ങനെ കുത്തിരിക്കുക, ടാറ്റ ടാറ്റ എന്ന് പറഞ്ഞിട്ട്. അവൾ ആ ടാറ്റ പറഞ്ഞ് പോയിട്ട് നേരെ പുറത്തേക്ക് പോയി. ഉമ്മൻ്റെ വണ്ടീൻ്റെ മുന്നിലുണ്ട് കയറിയിരിക്കണേ. അങ്ങനെ ഞാൻ അതിനെ പിടിച്ച് ബാക്കോട്ടേക്കൊക്കെ ഇരുത്തിയപ്പോൾ തന്നെ ആൾക്ക് വലിയ പറ്റിയിട്ടൊന്നുമില്ല. ബാക്ക് പിടിച്ച് ഇരുത്തിയതൊന്നും മുഖവും ചിരിയോ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലെത്തി. ഇന്നോളെ സ്പീച്ചിന്, പിന്നെ ഡെവലപ്പിന്, ഫിസിയോക്ക്, ഇത് 3 ഓളെ കാണിക്കാനുണ്ട്. പിന്നെ അതുകൂടാതെ വാക്സിനും വെക്കാനുണ്ട്. അപ്പോൾ പുറത്തിരുന്നിട്ട് ആൾക്ക് നല്ല ബോറടിച്ചിട്ട് ഉമ്മനം കൂട്ടിയിട്ട് ഓൾ ഉള്ളോട്ടേക്ക് പോയി വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അവിടെ പോയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്ന്. ഉള്ളിൽ കയറിയപ്പം തന്നെ രജിസ്റ്ററൊക്കെ അവർ ചെയ്ത് തന്ന്. പിന്നെ ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കാല്ലാണ്ട് വേറെ വഴിയില്ല. പിന്നെ അവിടുന്ന് കുറേ കുട്ടികളെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ആൾക്കൊന്നും മനസ്സിലാവണില്ല, എന്നാലും ഇങ്ങനെ നോക്കി അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നെ കുറച്ച് നേരം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളെയും പിന്നെ വിളിച്ച്. അങ്ങനെ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. കുറേ നേരം ഇരുന്നതിനെ കൊണ്ടായിരിക്കും തീരെ അടങ്ങി നിൽക്കുന്നില്ല. ആ ബുക്കിൽ കുറേ ഉമ്മക്ക് കൊടുത്ത് നിന്നെങ്കിലും കുറച്ച് നേരം കരിച്ചിലും ബീച്ചിലൊക്കെ ആയിരുന്നു. വായയിൽ കൊണ്ടുവന്ന് മരുന്ന് ഇറ്റിപ്പിച്ചപ്പോൾ തന്നെ തുടങ്ങി അവൾ. അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ സൂചി വെക്കുമ്പോൾ അതും തുടങ്ങി. പിന്നെ കാൽമേൽ സൂചി വെക്കണം എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അപ്പത്തേക്ക് ഓൾ ശരിക്കും വല്ലാണ്ട് കരിഞ്ഞ് പിടിച്ചാൽ കിട്ടാത്തോടത്തായിപ്പോയി. പിന്നെ ഞങ്ങൾ ഇത് ചെയ്യാൻ നിന്നില്ല. ഇനിയും വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായി. എൻ്റെ അമ്മ അവിടുന്ന് ചവിട്ടി പുറത്താക്കിയിരുന്നു. അതുകൊണ്ട് അമ്മ വീഡിയോ ഒന്നും എടുത്തരാൻ നിന്നില്ല. അമ്മ പറഞ്ഞു എനിക്ക് വയ്യ, എനിക്ക് സങ്കടം ആവുകയാണ്. അമ്മ അവിടെ നിന്നും പോയി. ഞാൻ ആദ്യം കരുതിയത് വാക്സിൻ കൊടുക്കുന്നതിൻ്റെ മുന്നേ ഡോക്ടറിനൊക്കെ കാണിക്കാമെന്നേനു. പക്ഷെ അത് കഴിഞ്ഞില്ല. ഫസ്റ്റ് വാക്സിന് കൊടുക്കേണ്ടി വന്നു. കാരണം അവിടെയൊക്കെ ആളുകൾ ഉണ്ടായതിനെ കൊണ്ട് വേഗം വാക്സിന് കൊടുത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ അവൾ ആ ടൈമിലുള്ള കരിച്ചിൽ തന്നെ. പിന്നെ വേഗം കരിച്ചിലൊക്കെ നിർത്തി. പിന്നൊക്കെ വീട്ടിൽ നിന്നാണ് അവൾ തുടങ്ങിയത് കരിച്ചിലൊക്കെ. പിന്നെ നേരെ ഡോക്ടറിനെ പോയി കാണിച്ചപ്പോൾ ഫിസിയോ നിർത്താൻ പറഞ്ഞ്. അവൾ ശരിയായി എന്ന് പറഞ്ഞ്. അപ്പം സന്തോഷം ഉണ്ടെങ്കിലും സ്പീച്ച് ഒട്ടും ഇല്ല. അതുകൊണ്ട് അവൾക്ക് സ്പീച്ച് തെറാപ്പി കൊടുക്കണം എന്ന് പറഞ്ഞിനി. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ട്. ആൾ കുഴപ്പമൊന്നും ഇല്ലാണ്ട് വേഗം പോകുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്